അതിൻ്റെ സ്ട്രീം നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു അങ്ങനെ ഒരു വർക്ക് പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ മാപ്പ് ഉണ്ടാക്കുമായിരുന്നു. കുറേ കാലം ഒരു 10-15 വർഷത്തോളം നമ്മൾ മാപ്പ് ഉണ്ടാക്കൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പല മാപ്പുകളും ഇങ്ങനെ കണ്ടു. അപ്പോൾ കൂടുതൽ സമയം ഞാൻ സമയം ചെലവഴിച്ചത് പുഴേൻ്റെ മാപ്പ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ പണ്ട് ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ തൊട്ട് പുഴേൻ്റെ മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. 2 അമ്മയും മോളുമാണ്. അമ്മേൻ്റെ പേര് കുഞ്ഞുലക്ഷ്മി എന്നും മകളുടെ പേര് കുഞ്ഞാറ്റ എന്നുമാണ്. അപ്പം അത് കാണിച്ചതിനൊരു കാരണമുണ്ട്. ഞാനിപ്പോൾ നമ്മളുണ്ടാക്കുന്ന മാപ്പിനെ പറ്റിയാണ് പറയുന്നത്. ആന കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ മാപ്പുണ്ട്. അത് മുതിർന്ന അമ്മ, വലിയമ്മ അടുത്ത ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പോണ വഴിക്ക് ഏറ്റവും വെള്ളം കിട്ടാത്ത കാലഘട്ടത്തിൽ അവിടെ ഒരു നീർച്ചാലിൽ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ വറ്റിക്കഴിഞ്ഞാലും അവിടെ ഒരു ലേശം താഴ്ന്ന ഒരു ചതുപ്പുള്ളൊരു സ്ഥലത്ത് ലേശം വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും ഉണക്ക് ബാധിച്ച സമയത്ത് ഈ വഴിയിലൂടെ പോയാൽ ഇവിടുന്ന് വെള്ളം കിട്ടും എന്നുള്ള ഒരു ആനേൻ്റെ മാപ്പ്. അത് ചിലപ്പോൾ അതിൻ്റെ സ്പേഷ്യൽ ഡയമെൻഷൻ എങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല, പേഴ്സ്പെക്റ്റീവ് വ്യത്യാസം ഉണ്ടാവും. ശബ്ദം കേട്ടിട്ട് വെള്ളം ഒഴുകുന്ന ഒച്ച, മരം കാറ്റടിക്കുന്ന ഒച്ച, ഇതൊക്കെ വെച്ചിട്ടാണ് നാവിഗേഷൻ നടക്കുന്നത്. അപ്പോൾ അമ്മ മോളെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അത് പറയുന്ന പശ്ചാത്തലത്തിൽ തിരുനെല്ലി നിന്നെടുത്ത ഫോട്ടോ, നമ്മുടെ ഒരു സുഹൃത്തെടുത്തതാണ്, എൻ്റെ ഫോട്ടോ അല്ല. മോളും അമ്മയും കൂടെ ഒരു ദിവസം ചുറ്റും ഫോറസ്റ്റിൻ്റെ ചുറ്റും വേലി ആയതുകൊണ്ട് ഒരു പുറത്തിറങ്ങാനുള്ള മനുഷ്യൻ പുറത്തിറങ്ങാനുള്ള വഴി വേലി, കമ്പി വേലി, ഷോക്ക് ലൈറ്റ്, പവർ ഫെൻസ് അത് തുറന്ന സമയത്ത് വൈകുന്നേരം ആൾക്കാർ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് അധികം ആൾക്കാർ പോവില്ല. പോകാൻ പേടി ആളുകൾക്ക്. ഈ കാട്ടിക്കൂടെയാണ് എപ്പോഴും വൈൽഡ് ലൈഫ് ഇഷ്യൂസൊക്കെ ഉള്ളതും കൊണ്ട് പുള്ളി 2 പേരും കൂടി ഒരു ദിവസം എല്ലാ ദിവസവും നാട്ടുപുറത്തിറങ്ങായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് ഇറങ്ങി ഒരു മകള് ചെന്ന് ഒരു വീടിൻ്റെ അടുക്കള കയറി. ചെറിയ അതിനും തള്ളയ്ക്ക് കയറാൻ പറ്റുന്നില്ല, പിടിച്ചിറക്കി കൊണ്ടുവരാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാതിൽ ചെറുതായതുകൊണ്ട് അകത്തേക്ക് കയറില്ല. മോള് ചെന്ന് കയറി മരിച്ചുപോയി. മോള് മരിച്ചുപോയി. അപ്പോൾ 2 കാര്യങ്ങൾ അതിൽ കേരള എന്നുള്ളതും ലോക്കൽ എന്നുള്ളതും ഞാൻ കളർ കൊടുത്ത് വെച്ചത്. ഒന്ന്, പുഴയ്ക്ക് എന്താണ് കേരളവും തമിഴ്നാട് കർണാടക എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഇത് ബോർഡറാണ്. അപ്പുറത്ത് കർണാടക, ഇപ്പുറം കേരള. ഇപ്പുറത്ത് മലയിൽ നിന്ന് അപ്പുറത്ത് കടൽ വരെയുള്ള എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരെണ്ണം. ഇപ്പോൾ കേരളവും തമിഴ്നാടുമായിട്ട് ഒരേ ഭൂമിയെ കേരളവും തമിഴ്നാടുമായിട്ട് പുഴ രണ്ടാക്കുക. പുഴയല്ല രണ്ടാക്കിയത്, പുഴേൻ്റെ ഉള്ളിൽ കൂടെ മനുഷ്യൻ വരച്ച് ചേർത്ത അതിർത്തിയാണ്. അപ്പോൾ ആളുകളെയും ലോകത്തിനെയും ഭൂമിയെയും മലത്തലപ്പിനെ കടലുമായിട്ട് കണക്ട് ചെയ്യുന്ന പുഴ മനുഷ്യരെ രണ്ടായി ഡിസ്കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിർത്തികളായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലിരുന്ന് നമ്മൾ മാപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ ആന നടക്കുന്ന വഴിക്ക് വേറൊരു പ്രസക്തി ഉണ്ടെന്നും ആ വഴി മനുഷ്യൻ്റെ വഴിയാകുന്ന സമയത്ത് ആന അടുക്കള കയറിയിട്ട് ഗതികേട് കൊണ്ട് കുട്ടി കട്ടു തിന്നുന്ന ആളായി പോകുമെന്നും അതിൻ്റെ അവസാനം മരണമാകുമെന്നും. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇരുന്നിട്ട് നമ്മൾ ഈ മാപ്പുകളെ പറ്റി സംസാരിക്കുക, പുഴേനെ പറ്റി സംസാരിക്കുക, പൊളിറ്റിക്കൽ ബൗണ്ടറീസിനെ പറ്റി, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇക്കോസിസ്റ്റം എന്നൊക്കെ പറയും. ഇത് കണക്ടിവിറ്റീനെ പറ്റിയാണ് പറയുന്നത്, സസ്റ്റൈനബിലിറ്റി ഇതിനെപ്പറ്റി. അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇതിനെല്ലാത്തിനും ഒരു ക്രിട്ടിക്കൽ ലിറ്ററേച്ചർ ഉണ്ടാവണം. എല്ലാ മാപ്പുകൾക്കും അതിൻ്റെ ഒരു ഉണ്ടാക്കിയ മാപ്പ് മേക്കിംഗ്, അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഒരു പവർ ഇക്വേഷൻ ഉണ്ട്.
അത് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം രാവിലെ നമ്മൾ കാണുന്ന മിക്കവാറും ആപ്പുകളിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോസിബിലിറ്റീസൊക്കെയാണ് കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റ് ആനേനെ എങ്ങനെ ഭരിക്കാം, കാട് എങ്ങനെ ഭരിക്കാം, എങ്ങനെ ടാക്സ് ഈടാക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് മാപ്പുകൾ ഉണ്ടാക്കിയത്. ഇതിനിടയിൽ എന്താണ് ആനേൻ്റെ മാപ്പിന് പ്രസക്തി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ആന പ്രസക്തമായത് എനിക്ക് എൻ്റെ മകള് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് കുഞ്ഞുലക്ഷ്മിക്ക് അവളുടെ മകളും എന്നെനിക്കറിയാം. അത് ഒരു അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താ, ഞാൻ പേഴ്സണലൈസ്ഡ് ആണ്, അത് ഹൈലി പേഴ്സണലൈസ്ഡ് ആണ്. അതിനൊരു ഡയമെൻഷൻ വേണമെങ്കിൽ കൊടുക്കാം. വെള്ളത്തിൻ്റെ വാട്ടർ യൂട്ടിലൈസേഷൻ, നദീജല തർക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാം. അങ്ങനെ ന്യായീകരിക്കാൻ വേണമെന്നുള്ളവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ലിറ്ററേച്ചർ, സോഷ്യൽ ലിറ്ററേച്ചർ ഹൈലി ഇൻഡിവിജ്വലാണ്. അത് എല്ലാവരുടെയും മാപ്പുകൾക്ക് ഉണ്ടാവണം, അപ്പോഴേ അത് പ്രസക്തമാവുന്നുള്ളൂ. പ്ലസ് അത് വലിയ ഒരു സാമൂഹ്യമായ മൂല്യബോധത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കൂടി ആയിരിക്കണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു വർക്ക്. പശ്ചാത്തലം അതാ. ബാക്കിയൊക്കെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്നൊക്കെ പറയുന്നത് ഒക്കെ ഒരു ഗവേണേഴ്സിൻ്റെ ഭാഷയും പ്രോജക്റ്റിൻ്റെ ഭാഷയാണ്. ആൾട്ടർനേറ്റീവ് മാപ്സ് എന്നുള്ളത് ആനയ്ക്ക് ഒരു മാപ്പ് ഉണ്ടാവണം എന്നുള്ള ആൾട്ടർനേറ്റീവ് സ്ട്രീം ഓഫ് തിങ്കിങ് എന്നുള്ളതാണ്. അത് എല്ലായിടത്തും ഇല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളത്. സസ്റ്റൈനബിൾ എന്നൊക്കെ പറയുമ്പോഴും സസ്റ്റെയിൻ ചെയ്ത് പോകണ്ടേ, മാറ്റിക്കോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് പരിചയമായ സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് കുറേ കാലം നമ്മൾ ജീവിച്ച, മാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് അതെൻ്റെ പേഴ്സണൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ, പൊതുവായ ഒരു ആരോഗ്യമോ കുറച്ച് പൈസ അതിലേക്ക് വരുമ്പോൾ അത് ആരൊക്കെയോ പണിയെടുത്ത പൈസയാണ്. അതുകൊണ്ടൊരു ഗുണം കൂടെ ഉണ്ടാവണമല്ലോ. എൻ്റെ കാര്യം മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഒന്നും സസ്റ്റെയിൻ ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടത് പ്രസക്തമാകുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരിക. സോ അത് പ്രസക്തം തന്നെയാണ് കേട്ടോ. ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ബോധ്യത്തിൽ വേണം ബോധ്യപ്പെടുത്താൻ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വിട്ടു. കോഴിക്കോട് നിന്ന് കടലിൻ്റെ നിരപ്പാണല്ലോ. താമരശ്ശേരി വഴി, മാനന്തവാടി വഴി, മൈസൂർ വഴി ചെന്നൈയിലേക്ക്, ബാംഗ്ലൂർ, പിന്നെ അങ്ങനെ ചെന്നൈയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പുറത്തെ കോസ്റ്റ് ഏരിയ ആണല്ലോ. ഇപ്പുറത്തെ കോസ്റ്റ് ഏരിയയിൽ നിന്ന് അപ്പുറത്തെ കോസ്റ്റ് ഏരിയയിലേക്ക് ബസ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ റോഡ് മാർഗം പോവുകയാണെങ്കിൽ സീറോ വാട്ടർ ലെവൽ, വെള്ളം എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്നതാണല്ലോ. സീറോ ലെവലിൽ നിന്ന് താമരശ്ശേരി എത്തുമ്പോഴേക്കും ഒരു 100 മീറ്റർ ഉയരത്തിലേക്ക് വരും. ഒരു 1 മണിക്കൂർ നേരത്തെ താമരശ്ശേരി കഴിഞ്ഞ് അടിവാരം എത്തുന്നവരെയുള്ള സമയം 1.25 മണിക്കൂർ നേരം ബസ്സിന് പോകുമ്പോൾ. പിന്നെ ഒരു എയർ ഡിസ്റ്റൻസ് 2 കിലോമീറ്ററാണ് വൈത്തിരി. അപ്പോൾ ആലോചിക്കുക, സീറോയിൽ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ദൂരം ഇങ്ങനെ പതുക്കെ കയറുക. ഒരു സ്ഥലത്ത് പിന്നെ അങ്ങ് ഒറ്റയടിക്ക് കയറുക. ചുരം, താമരശ്ശേരി ചുരം 2 കിലോമീറ്റർ കൊണ്ട് ഒറ്റയടിക്കത് 1000 മീറ്ററിലേക്ക് ഉയരുക. അപ്പോൾ സീറോയിൽ നിന്നും 40 കിലോമീറ്റർ കൊണ്ട് പതുക്കെ കയറി 2 കിലോമീറ്റർ കുത്തനെ അങ്ങ് കയറി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് 400-300 കിലോമീറ്റർ ദൂരം കൊണ്ട് വീണ്ടും മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈയിൽ അവിടെ. അപ്പോൾ പതുക്കെ താഴെ വീണ്ടും 0ത്തിലേക്ക് എത്തുക. അപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങ് ഉയർന്നിട്ട് പതുക്കെ താഴ്ന്നു പോകുന്ന പീഠഭൂമി, അതിൻ്റെ മേലെ കൂടെ ആലോചിക്കുക, ആ ഭൂമിയിലേക്ക് ഇങ്ങനെ കാറ്റടിച്ച് കയറി മല ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക. കാറ്റ് കൊണ്ടുവരുന്ന വെള്ളത്തിനെ മഴയായിട്ട് വേയിച്ച് താഴേക്ക് ഒഴുക്കി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഭൂമിൻ്റെ ലാൻഡ് യൂസും ജിയോഗ്രഫിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തോടിങ്ങനെ ഒഴുകി ഒരു കുന്നിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഒഴുകി അങ്ങനെ പോവുക. അതിൻ്റെ ഇടയിൽ ആ കുന്ന് മലേൻ്റെ മേലെ നിന്ന് ഒഴുകിക്കൊണ്ട് വരുന്ന ചെളിയും
പിന്നെ ആ മരത്തിൻ്റെ ഇലയും ഇതൊക്കെ കൂടെ കൊണ്ട് താഴെ അടിച്ച് അവിടെ ഇവിടെ ഭൂമി ഉണ്ടാക്കിയിട്ട് താഴെ കാവേരി കൊണ്ട് ചേർത്ത് പിന്നെ കാവേരി ഒഴുകി അങ്ങ് കടലിൽ സീറോ ആ പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ദൂരം. അപ്പോൾ അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ പുഴ, അതിനുള്ളിൽ കാട്, മനുഷ്യർ, ജീവികൾ, അത് അപ്പോൾ ആലോചിക്കുക, തേർഡ് മാപ്പ് ചെയ്യുക ഈ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരള, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ഇപ്പോൾ വാട്ടർ കോൺഫ്ലിക്ട്സ് പുഴയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കേരളത്തിന് വളരെ ശക്തമായ സ്റ്റേക്ക്, ഇതെനിക്കിത്ര TMC, തമിഴ്നാട്ടിന് ഇത്ര TMC, പക്ഷെ അതിൽ സ്റ്റേക്ക് അവകാശപ്പെടാനില്ലാത്ത ആനയ്ക്ക് റോഡും കൂടി ഉണ്ട്. അപ്പോൾ പുഴേൻ്റെ മാപ്പ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുക, അതിൻ്റെ ക്രോസ് ചെയ്തുകൊണ്ട് റോഡിൻ്റെ മാപ്പും ഉണ്ട്. അപ്പോൾ ആ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ആനേൻ്റെ ലാൻഡ്സ്കേപ്പിൽ സൈഡ് ഇങ്ങനെ കുത്തനെയുള്ള സ്ഥലത്ത് ആനയ്ക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചരിഞ്ഞ സ്ഥലത്തേക്ക് കൂടെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണ്ടി വരിക. അപ്പോൾ ഈ മനുഷ്യൻ്റെ ലാൻഡ്സ്കേപ്പും പുഴയും ജീവികളുടെ ജീവിത പശ്ചാത്തലവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾക്കിടയിൽ എങ്ങനെ കുറച്ചും കൂടെ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സാധ്യത കണ്ടെത്താൻ പറ്റും എന്നുള്ള അന്വേഷണം കൂടെ അതാണ് ഇതിൻ്റെ ഒരു ഇക്കോളജി അത് ഇതെന്നുള്ള വാക്കുകളൊന്നും പ്രയോഗിച്ചില്ലെങ്കിലും ജനറലി അതാണ് ഉദ്ദേശിച്ചത് മാറ്റാം. അപ്പം നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ ഈ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഒരു തുടങ്ങുന്ന സ്ഥലത്ത് ആ അതിർത്തി വയനാട് ജില്ലേൻ്റെ ബൗണ്ടറിയാണ്. തുടങ്ങുന്ന മല കാണുന്ന പ്രദേശത്ത് തന്നെ അണക്കെട്ടാണ്, ഇപ്പുറത്തും അണക്കെട്ടാണ്. അത് ഒഴുകി ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരുന്ന വഴിക്ക് വലിയ അണക്കെട്ടാണ്. അത് ഇപ്രദേശത്ത് വേറൊരു ഭാഗത്തേക്ക് കൂടെ പോയിട്ട് വേറൊന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റ ഒരു വയനാടും ചുറ്റുവട്ടവും നോക്കുമ്പോൾ തന്നെ 5 അണക്കെട്ടുകളാണ്. അതും കഴിഞ്ഞിട്ടാണ് അങ്ങ് കാവേരിയിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ പല സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കണക്ടിവിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന മലത്തലപ്പിനെ കടലിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ള, എന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മാപ്പുകൾ ഉണ്ടാക്കും. അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഡിസ്കണക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആൾട്ടർനേറ്റീവ് തിങ്കിങ്ങിന് മാപ്പുകളുടെ ആവശ്യമുണ്ട് എന്ന് ഉള്ള ഒരു തോന്നലിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, ആ കണ്ണൂർ ജില്ലേൻ്റെ ചേർന്ന് വരുന്ന കോഴിക്കോട് ജില്ലേൻ്റെ അപ്പുറത്ത് ആ മലമ്പ്രദേശം കാണുന്ന പ്രദേശം അവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്ത് ഈ താഴേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം വരെ അത്രയും ദൂരം കടലിൽ എത്താൻ പുഴയ്ക്ക് ഒഴുകേണ്ടി വരുന്നുണ്ട്. എന്തിന് അത് ഇങ്ങോട്ട് പോയിക്കൂടാ? ആ മലേൻ്റെ അവിടെ നിന്ന് ഇത്ര ഒഴുകിയാൽ കടലിലേക്ക് പോകാമല്ലോ, പിന്നെ എന്തിനാ അത് ഇത്ര ഒഴുകിയിട്ട് പോകാൻ നിൽക്കുന്നു? ആ പോകാൻ നിൽക്കുന്നത് കൊണ്ട് ഇത്രയും ആളുകൾക്ക് കുടിവെള്ളമാകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അത്രയും ആളുകൾക്ക്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളത് എപ്പോൾ വെള്ളം കിട്ടും എന്നുള്ളതും എത്ര കാലം കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രാഥമികമായ ഭൂമിശാസ്ത്ര ബോധമാണ്. ആ ബോധത്തിൽ ജീവിക്കാൻ വേണ്ട മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. മാറ്റാം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് എലിവേഷൻ പ്രൊഫൈല് ബാണാസുരൻ്റെ മലപ്പരപ്പ് മൊത്തം ഇല്ല കേട്ടോ, അത് 0 മീറ്ററിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പൂർവ്വഘട്ടത്തിൻ്റെ ചില മലകളുണ്ട്, അതും ക്രോസ് ചെയ്തിട്ടാണ് പുഴ പോകുന്നത്. അപ്പോൾ ആ എലിവേഷൻ പ്രൊഫൈൽ കാണിച്ചതേ ഉള്ളൂ. മാറ്റുക. 3 കാര്യങ്ങളാണ്. ഒന്ന്, പുഴേൻ്റെ മാപ്പ് ഉണ്ടാക്കുക, പിന്നെ പുഴകൾക്ക് പേര് കൊടുക്കുക. അപ്പോൾ അതിൽ സ്ട്രീമിൻ്റെ മാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 5th ഓർഡറിൽ തൊട്ട് അങ്ങോട്ടേക്ക് 6th എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ സ്ട്രീമിന് പേര് കൊടുക്കുക, അതിനൊരു പശ്ചാത്തലമുണ്ട്. അത് ഒരു മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ വയനാടിൻ്റെ മാപ്പ് ഒന്ന് എടുക്കുമോ? അതിൻ്റെ മുമ്പത്തെ അതെ ഈ ഇപ്പുറത്തേതാ ആ റിസർവയർ കാരാപ്പുഴ അണക്കെട്ടിൻ്റെ റിസർവയറാ.
ആ ആ കാരാപ്പുഴ. അപ്പോൾ ഞാനത് മുൻപ് അവിടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു കഥ പറയുക. പണ്ട് കാരാപ്പുഴ ഉണ്ടായിരുന്നില്ല, കാർപ്പുഴയായിരുന്നു. മഴക്കാറ് കണ്ടാൽ പുഴയിൽ വെള്ളം കയറുമായിരുന്നു. മഴ കൂടുതൽ കിട്ടുന്ന ആൾക്കാരുടെ ഇതാണ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ലിറ്ററേച്ചറാണ്. പിന്നെ അണക്കെട്ട് വന്നതിന് ശേഷം കാരാപ്പുഴയില്ല, അല്ല കാർപ്പുഴയില്ല, കാരാപ്പുഴയാണ്. ഇതിൻ്റെ പേരെങ്ങനെയാണ് മാറിപ്പോയതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്നൊക്കെ കാരാപ്പുഴയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തിന് ശേഷം പേര് പോലും ഇല്ലാതായിപ്പോയ പുഴേൻ്റെ പേരെവിടെയോ എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളത് പ്രസക്തമാണ് എന്നുള്ള നമ്മളുടെ അനുഭവ പശ്ചാത്തലത്തിലാണ് സ്ട്രീമിന് പേര് കൊടുക്കുക. പേര് നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ല, ആരോ കൊടുത്ത പേര് എഴുതി വയ്ക്കുക. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹിസ്റ്റോറിക് ഡോക്യുമെൻ്റ്, ബെഞ്ച് മാർക്ക്. നാളെ എപ്പോഴെങ്കിലും കാർപ്പുഴകൾ കാരാപ്പുഴയാകുന്ന സമയത്ത് മഴക്കാറുള്ളപ്പോൾ വെള്ളം പൊങ്ങുമായിരുന്നു എന്നുള്ള ഓർമ്മ, അതിൻ്റെ സോഷ്യൽ പാർട്ട്, ഒരു ലിറ്ററേച്ചറും കൂടെ ആയിട്ട് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പ്രോസസ്സിനൊപ്പം കുറച്ച് ആളുകൾ ഇത് പഠിച്ചിരിക്കാൻ വേണം. സത്യം പറഞ്ഞാൽ മാപ്പുണ്ടാക്കി മാപ്പിൻ്റെ മേലുള്ള വിശ്വാസം പോയി ഒരാളാണ് ഞാൻ. എന്നിട്ട് വീണ്ടും മാപ്പ് ഉണ്ടാക്കുക. വിശ്വാസം പോയിപ്പോയെന്ന് പറഞ്ഞാൽ പണ്ടേ തൊട്ട് ആരൊക്കെ ഉണ്ടാക്കിയ മാപ്പുകൾ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ ഉണ്ടാക്കുക പുഴേൻ്റെ മാപ്പ്. ഞാൻ ഉണ്ടാക്കിയ 2 മാപ്പുകൾ എൻ്റെ ഇതിലുണ്ട്. ഒരത്തിൽ 2ലും ഞാൻ പേര് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ സ്റ്റോറീസ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓരോ മാപ്പ് ഉണ്ടാക്കുന്ന സമയത്തും മടുപ്പാ, ഇതൊക്കെ ആരോ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചെയ്യണ്ടോ, ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ തോന്നുക. പക്ഷേ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഭാഗം എന്നുള്ളത്, ഇപ്പോഴും ആളുകൾക്ക് മാപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കണം. ഇല്ല, അങ്ങനെ ഒരു മാപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മാപ്പ് വേണമെന്ന് വെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കുക എന്നുള്ളത് നേരത്തുള്ളൂ. അങ്ങനത്തെ പറഞ്ഞാൽ ഇല്ല. അതാ, ആനയ്ക്ക് മാപ്പില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ മനുഷ്യർക്ക് പോലും ഇല്ല. അത് ഓരോരുത്തർക്കും ഉണ്ടാക്കാനുള്ള. അതാണ് എനിക്ക് ഈ OSM-നോടൊക്കെ ഉള്ളൊരു മതിപ്പ്. ആർക്കാണോ ഓപ്പൺ ആണല്ലോ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പുഴയ്ക്ക് പേര് കൊടുക്കുന്ന കാര്യം, പേര് റെക്കോർഡ് ചെയ്യുന്ന കാര്യം, പേര് കൊടുക്കുക എന്നല്ല, നെയിമിങ്, പേര് കൊടുക്കലല്ല, ആരോ കൊടുത്ത പേരുകൾ എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ. അതിന് സാങ്കേതികമായിട്ട് നെയിമിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതല്ല. ആ ഹിമാലയം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലത്തെ, കീഴടക്കി എന്ന് പറഞ്ഞ പോലത്തെ മരിക. അതും എല്ലാവർക്കും അറിയാവുന്നവരും തന്നെ. ഓക്കെ, മാറ്റാം. എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, യൂത്ത് എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റ്, ഇത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം, എന്ത് ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആണെങ്കിലും ഇതാണെങ്കിലും ആളുകൾക്ക് പുഴേനെ സ്വന്തം നിലയ്ക്ക് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആയിട്ടുള്ളതാണ്. എവിടെ തീരെ ഇടിഞ്ഞു പോയി, എവിടെയൊക്കെ തീരെ ഇടിയാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടി, എന്നിട്ടും തീരെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കല്ല് കെട്ടിയത് എന്തിനാ? ഇടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആരായിരുന്നു അതിനു വേണ്ടി? ആളുകൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ പൊതുവണമല്ലേ, എൻ്റെയും നമ്മളുടെ എല്ലാവരുടെയും പൈസ കൊടുത്തുണ്ടാക്കിയതല്ലേ, എന്നിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിലോ? ഗവേണൻസിന് വേണ്ടിയിട്ട് നിരന്തരം മാപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് കമ്മ്യൂണിറ്റിക്ക് ഗവേണൻസിനെ മോണിറ്റർ ചെയ്യാൻ, ആലോചിക്കുക, അതൊരു പൊളിറ്റിക്കൽ വാല്യൂ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ. ജനങ്ങൾ ഭരിക്കണം, ജനങ്ങളുടെ മേലെ കയറി നിരങ്ങുക എന്നുള്ള ഭരണപ്രക്രിയനെ ജനങ്ങൾ ഭരിക്കുന്ന ആധിപത്യം എന്നുള്ളതല്ല, അതൊരു ശരിയല്ലാത്ത വാക്കാണ്. എങ്കിൽ പോലും ആ ആധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചെടുക്കാൻ, നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാപ്പ് ബേസ്ഡ് സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക്, നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇതും കൊണ്ട് ഉണ്ടാവേണ്ട ബെനിഫിറ്റ് എന്നുള്ളതാണ്. മരിക. അപ്പോൾ ഒരു 22 പേർക്കുള്ള ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് കൊടുത്ത സമയത്ത് പകുതി
സ്റ്റുഡൻസിനെയും പകുതി ആളുകളെ ഈ ഫീൽഡ് പ്രാക്ടീഷണേഴ്സില്ലേ, ഈ എന്തൊക്കെയോ കാരണത്താൽ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അത് അവരെ ഉണ്ടാവണം ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ, അതിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, പല സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ കാരണം ഈ ഫീൽഡ് പ്രാക്ടീഷണേഴ്സ്, ഭൂമിയിൽ നടക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന മാപ്പ് ഫങ്ഷൻ ചെയ്യും എന്നുള്ള നമ്മളുടെ ഒരു ബോധ്യമാണ്. അതുകൊണ്ടാണ് 70 കൊല്ലം കൊണ്ട് ഭൂമിയിൽ നടന്ന് അളന്നുണ്ടാക്കിയ മാപ്പ് ഇപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുന്നത്. ഈ സായിപ്പിൻ്റെ GPS മാപ്പുകൾ ഇപ്പോഴും ഉപയോഗപ്പെടുന്നതെന്നുള്ളത്. അതുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന മാപ്പ് ഭൂമിയെ കുറഞ്ഞുകൂടെ അറിഞ്ഞ്, അതുകൊണ്ട് ഫീൽഡ് പ്രാക്ടീഷണേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാപ്പുകൾ വരണം എന്നുള്ള, അതുകൊണ്ടാണ് അവരെയും കൂടെ ഉൾപ്പെടുത്തിയത്. പിന്നെ മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ നെയിമിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. അത് അത്ര ആണ്. ഓക്കെ, നടന്ന പരിപാടിൻ്റെയൊക്കെ ഫോട്ടോസ് തന്നെയുള്ളൂ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് 2 പേരെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ ചെയ്യുന്നത് വളരെ ഗതികെട്ട മാപ്പിങ്ങാണ്. ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പൊന്നും ഇല്ല, ഉള്ള സംവിധാനം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി വെച്ച് ഇരുന്ന് അങ്ങ് മാപ്പ് ചെയ്യുക. അതിനൊരു വാല്യൂ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലായ്മയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ കാണാൻ പറ്റും. എല്ലാം വളരെ അവസാനം വരുമ്പോൾ മികച്ച മാപ്പുകളാണല്ലോ വരേണ്ടത്, മികച്ച കമ്പ്യൂട്ടറുകളല്ലല്ലോ. ഓക്കെ, മാറ്റാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാപ്പുണ്ട്, ഒരുമാതിരി പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, കുറേ വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ എല്ലാം ഫ്രാഗ്മെൻറ്റഡാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു അടിസ്ഥാനപരമായിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഇതിൻ്റെ ആളുകൾ, ഈ നേതൃത്വത്തിൽ ഇടപെടുന്ന ആളുകളായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്ട്രീം പാലം വരുന്നിടത്ത് അത് കണ്ടിന്യൂറ്റി പോയി കട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ, അത് ആ ടെക്നോളജീൻ്റെ പരിമിതിയാണ്. അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓക്കെ.